പോഷക മൂല്യമുള്ള ഭക്ഷണം ശരിയായ അളവിൽ കഴിച്ചാലേ കുട്ടികളിൽ സ്വാഭാവിക വളർച്ച ഉണ്ടാവുകയുള്ളൂ. വളരുന്ന കുട്ടികൾക്ക് മുതിർന്ന വ്യക്തികൾക്ക് വേണ്ടതുപോലെയോ അതിലധികമോ ഭക്ഷണം ആവശ്യമാണ്. എല്ലുകൾക്കും പേശികൾക്കും കരുത്തു നൽകുന്ന കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതു ലവണങ്ങളും മാംസ്യവും ശരിയായ തോതിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് വ്യായാമം. വിവിധതരം വിനോദങ്ങളിൽ അവർ ഏർപ്പെടുന്നത് അവരുടെ ബുദ്ധി വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അസ്ഥികൾക്ക് ദൃഢതയുണ്ടാവാൻ വ്യായാമം ആവശ്യമാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് വളരുന്ന കൗമാരപ്രായത്തിൽ. കഴിയുന്നതും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കായിക വിനോദങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഇനി കുട്ടികളിൽ വളർച്ചക്കുറവിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പാരമ്പര്യം. ഉയരത്തിൻ്റെ കാര്യത്തിൽ കുട്ടിയുടെ ജനിതക സ്വാധീനം നിർണായക പങ്കുവഹിക്കുന്നുണ്ട്. അച്ഛനമ്മമാർക്ക് മാത്രമല്ല രക്തബന്ധത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കെങ്കിലും ഉയരക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാരമ്പര്യമായിട്ടുള്ള ഉയരക്കുറവിനെ നല്ലൊരു ഭാഗം ചികിത്സയിലൂടെ പരിഹരിക്കാനാവുന്നതാണ്. കുട്ടിയിൽ കണ്ടുവരുന്ന മറ്റൊന്നാണ് വൈകിയെത്തുന്ന സ്വാഭാവിക വളർച്ച. ഇതും പാരമ്പര്യമായി കാണപ്പെടുന്ന ഒരു വ്യതിയാനമാണ്. 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഏറ്റവും ചെറുതായിരുന്ന കുട്ടി ആ സമയത്ത് പെട്ടെന്ന് പൊക്കം വെച്ച് മറ്റുള്ളവരുടെ ഒപ്പമെത്തുന്നു. കൗമാര ലക്ഷണങ്ങളും ഇക്കൂട്ടർക്ക് സാധാരണ വൈകിയാണ് കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു വളർച്ചാ മുരടിപ്പാണ് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന വളർച്ചയുടെ കുറവ്. ഈ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ നീളവും തൂക്കവും നന്നേ കുറവായിരിക്കും. ജനിതകപരമായിട്ടുള്ള വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് പോഷകങ്ങളുടെ അഭാവം, അമ്മയ്ക്ക് ഗർഭകാലത്ത് വരുന്ന അസുഖങ്ങൾ, ഇവയൊക്കെയാണ് ഗർഭാവസ്ഥയിൽ കുട്ടികളുടെ വളർച്ചാ മുരടിപ്പിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇങ്ങനെയുള്ള മിക്ക കുഞ്ഞുങ്ങളും ജനിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിവേഗം വളർന്ന് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം എത്തുമെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് ഈ വളർച്ച കണ്ടില്ലെന്ന് വരാവുന്നതാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലും ഉയരക്കുറവ് കണ്ടേക്കാം. കുഞ്ഞുങ്ങളുടെ വളർച്ചക്കുറവിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ അഭാവം മാത്രമല്ല ഇതിന് കാരണമാകുന്നത്. വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ മൂലവും ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് മതിയായ അളവിൽ ആഗിരണം ചെയ്യപ്പെടാതിരിക്കുന്നതും വളർച്ചാക്കുറവിന് ഒരു കാരണമാവുന്നതാണ്. പ്രധാനമായും ഉദരരോഗങ്ങൾ, കരൾ, വൃക്ക, ഹൃദയം എന്നീ സുപ്രധാന അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, പ്രമേഹം, ഇതെല്ലാം വളർച്ചാക്കുറവിന് ഒരു കാരണമാവുന്നതാണ്. ഉയരക്കുറവിന് കാരണമാകുന്ന മറ്റൊന്നാണ് ഹൈപ്പോതൈറോയിഡിസം. അമിതവണ്ണം, അലസത, അമിതമായിട്ടുള്ള ഉറക്കം, മലബന്ധം ഇവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ചില കുട്ടികൾക്ക് കഴുത്തിൻ്റെ മുൻഭാഗത്ത് വീക്കം കണ്ടേക്കാവുന്നതാണ്. മറ്റു യാതൊരു രോഗലക്ഷണവുമില്ലാതെ ഉയരക്കുറവ് മാത്രമായിട്ടും പ്രത്യക്ഷപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉയരക്കുറവുള്ള കുട്ടികൾക്കെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവുണ്ടോ എന്ന് അറിയാൻ കഴിയുന്ന തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ അഭാവം. വളർച്ചയിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. വളർച്ചക്കുറവുള്ള കുട്ടികൾ ഒരു ചെറിയ ശതമാനമെങ്കിലും ഗ്രോത്ത് ഹോർമോണിൻ്റെ അഭാവം കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ഹോർമോണിൻ്റെ അഭാവമുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായും ഉയരം വളരെ കുറവായിരിക്കും. ശരിയായ സമയത്ത് ചികിത്സ നൽകുകയാണെങ്കിൽ മറ്റു കുട്ടികളെ പോലെ തന്നെ ഇവരും ഉയരം വെക്കുന്നതാണ്. ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉയരക്കുറവിന് പുറമെ എല്ലുകളുടെ ബലക്കുറവ്, അമിതവണ്ണം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, ഹൃദ്രോഗം എന്നിവയും കണ്ടുവരാറുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഇവയിലേതെങ്കിലും പോരായ്മ മൂലം എല്ലുകൾക്ക് വളർച്ച കുറയുകയും വൈകല്യങ്ങളും ഉയരക്കുറവും ഉണ്ടാകുന്നുണ്ട്. ഇതിനെയാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ റിക്കറ്റ്സ് വളരെ കുറവാണ്. എന്നിരുന്നാൽ ആവശ്യത്തിന് സൂര്യപ്രകാശം ഏൽക്കാത്തതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. പ്രത്യേകിച്ച് തൈറോയ്ഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുടെ ദീർഘകാലമായിട്ടുള്ള ഉപയോഗം ഉയരക്കുറവിന് കാരണമാകുന്നതാണ്. കുട്ടിയുടെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് തൈറോയിഡിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഉയരക്കുറവോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളോ കണ്ടുവരാൻ സാധ്യത കൂടുതലാണ്. ജനിതക വൈകല്യം മൂലം കുഞ്ഞുങ്ങളിൽ ഉയരക്കുറവും വളർച്ചക്കുറവൊക്കെ കണ്ടുവരാറുണ്ട്. ഡൗൺ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള ജനിതക തകരാറ് മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ കുട്ടിയിൽ കണ്ടുവരുന്നത്. തലച്ചോറുണ്ടാകുന്ന രോഗങ്ങൾ, ട്യൂമറുകൾ, അണുബാധകൾ ഇവയെല്ലാം വളർച്ചക്കുറവിന് കാരണമാകുന്നതാണ്. വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇവയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ ഇങ്ങനെ രോഗമുണ്ടാകുന്ന മൂലം തടസ്സപ്പെടുത്തുന്നതാണ്. ഇത് വളർച്ചക്കുറവിന് ഒരു കാരണമാവുന്നതാണ്. വളർച്ചക്കുറവുള്ള കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുവേണ്ട ചികിത്സയും എടുക്കുക.